ഹലോ ഓൾ, ദിശ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ചാൽ ഒരു ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാം, അതേപോലെ റീസെൻ്റ്ലി റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആൻഡ് സ്ട്രാറ്റജീസ്. ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഏതൊക്കെ എക്സാംസിന് വേണ്ടി നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാംസിന് വേണ്ടി എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടല്ലേ. അത് നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. പ്രധാനമായിട്ടും നമുക്കൊരൊറ്റ സിലബസ് പഠിച്ചാൽ ഒരുപാട് ബാങ്ക് എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ അണ്ടറിൽ, അതായത് പബ്ലിക് സെക്ടർ ബാങ്ക് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് എഴുതാൻ പറ്റും, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് എഴുതാൻ പറ്റും, അതേപോലെ ഇൻഷുറൻസ് സെക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ബാങ്ക് എക്സാംസ് എഴുതാൻ പറ്റും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ എക്സാംസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് SBI എക്സാംസ്. അതായത് SBI കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് SBI PO, SBI ക്ലർക്ക് ആൻഡ് SBI SO. അപ്പോൾ SBI PO ആൻഡ് SBI SO എന്ന് പറയുന്നത് ഓഫീസർ പോസ്റ്റാണ്. SO എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. നമ്മുടെ ഗ്രാജുവേഷനിൽ ആരെങ്കിലും IT അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പോലുള്ള സ്ട്രീംസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും SBI SO അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് RBI എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന RBI അസിസ്റ്റൻറ്റ്, RBI ഗ്രേഡ് B. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാംസ് ആണ് IBPS കണ്ടക്ട് ചെയ്യുന്ന IBPS PO, IBPS ക്ലർക്ക്, IBPS SO ആൻഡ് IBPS RRB. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് RRB PO എന്ന് പറയുന്നത്. സോ ആ ഒരു എക്സാമും അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഞാൻ പറഞ്ഞു, ഒരൊറ്റ സിലബസ് പഠിച്ചാൽ ഒരുപാട് എക്സാംസ് ഒരു വർഷത്തിൽ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് അറിയണ്ടേ. അപ്പോൾ ഏതൊക്കെയാണ് ആ സിലബസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രിലിംസ്, അതായത് ഒരു എക്സാമിന്, അതായത് IBPS ക്ലർക്ക് ആയിക്കോട്ടെ, IBPS PO ആയിക്കോട്ടെ, IBPS ക്ലർക്ക്, അതായത് ക്ലറിക്കൽ എക്സാംസിന് പ്രധാനമായിട്ടും 2 എക്സാമാണുള്ളത്. ഒരു പ്രിലിംസും കാണും. ആ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ മെയിൻസിന് കട്ട് ഓഫിനെക്കാട്ടിലും നമ്മൾ മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് എന്താ സെലക്ഷൻ റെഡിയായി. അടുത്തത് PO പോസ്റ്റുകൾ. PO പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓഫീസർ സ്കെയിലാണ്. അതിനൊരു പ്രിലിംസ് എക്സാം കാണും, മെയിൻസ് കാണും, ഇൻ്റർവ്യൂ കാണും. പക്ഷേ SBI POയ്ക്ക് എന്തുണ്ട്? ഇൻ്റർവ്യൂ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന സെക്ഷനും അതിൻ്റെ കൂടെ ഉണ്ട്. സോ നമുക്ക് പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ജനറൽ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും 3 ടോപ്പിക് ആണെങ്കിൽ 3 സെക്ഷനാണുള്ളത്. ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. ഇംഗ്ലീഷിന് ടോട്ടൽ 30 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. മാക്സിമം മാർക്ക് 30 മാർക്കാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണ്. അതായത് സെക്ഷണൽ ടൈമിംഗ് ഇവിടെ ഉണ്ട്. അതായത് 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സെഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സ്വിച്ച് ചെയ്യും. അപ്പോൾ അടുത്ത ടോപ്പിക് ഏതാണ്? റീസണിങ്. റീസണിങ്ങിനും QAയ്ക്കും ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഓരോ സെക്ഷനും ഉള്ളത്. ടോട്ടൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 35 മാർക്കാണ്. ആ ഓരോ സെക്ഷനും 20 മിനിറ്റ് വെച്ചിട്ടാണ് സെക്ഷണൽ ടൈമിംഗ് വന്നിരിക്കുന്നത്. അപ്പം പ്രിലിംസിന് ജനറലായിട്ട് ടോട്ടൽ 100 മാർക്കാണ്. 100 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് നമുക്ക് 100 മാർക്ക് കിട്ടും. ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ ആയിരിക്കും. ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് മാർക്കുണ്ട്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കും, നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.25 ആയിരിക്കും. അടുത്തത് നമുക്കിനി അടുത്തത് എന്താണ്? മെയിൻസ് ആണ്. അപ്പോൾ മെയിൻസിന് എന്ത് ചെയ്തു? ഒരാളും കൂടെ എക്സ്ട്രാ വന്നില്ല. അതാരാണ്? ജനറൽ അവയർനെസ്. അതായത് ജനറൽ അവയർനെസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കും കൂടെ, അല്ലെങ്കിൽ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്. പ്രധാനമായിട്ടും അതിൽ വെയിറ്റേജ് വരുന്നത് കറണ്ട് അഫെയർ ടോപ്പിക്കിനായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ വർഷം, അതായത് ജനുവരി തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഡെയിലി ബേസിസിൽ കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു സ്കോർ നമുക്ക് ജനറൽ അവയർനെസ്സിന് കിട്ടും. അപ്പം ഓരോ സെക്ഷൻ്റെയും സ്ട്രാറ്റജി വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അതിൻ്റെ കറക്റ്റ് പ്രോപ്പർ വേയിൽ എങ്ങനെ ഓരോ സബ്ജക്റ്റും പഠിക്കാമെന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ഉണ്ട്, QA അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി ആൻഡ് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു പാറ്റേൺ ചെറിയൊരു വേരിയേഷൻ ഉണ്ടല്ലേ. പ്രിലിംസും മെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ സിലബസ് ഏകദേശം സെയിം ആണ്. പക്ഷേ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഹയർ ആണ് മെയിൻസിലോട്ട് വരുമ്പം. അപ്പം നോക്കിയോ, ഇംഗ്ലീഷിന് ടോട്ടൽ 40 ക്വസ്റ്റ്യൻ, 40 മാർക്കാണ്, 35 മിനിറ്റ് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ. QA 50 ക്വസ്റ്റ്യൻ ടോട്ടലുണ്ട്, 50 മാർക്സ്. സോ അതിൻ്റെ ഓരോ സബ്ജക്റ്റ് വൈസ് വരുന്ന സബ് ടോപ്പിക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിനെ പറ്റി കൂടുതലായിട്ട് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിക് വീഡിയോസിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ടോട്ടൽ QAയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ്. അടുത്തത് റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, 60 മാർക്കാണ്. അതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻസിൽ എന്താണ്? ചില ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഇതിൽ വരുന്നുണ്ട്. സോ അതിന് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ്. അടുത്ത ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻ ടോട്ടൽ വരും ആൻഡ് 50 മാർക്കാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് ടോട്ടൽ 35 മിനിറ്റ് ആണ് അതിൻ്റെ സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഓവറോൾ 190 ക്വസ്റ്റ്യൻസ് ആണുള്ളത്.
200 മാക്സിമം മാർക്ക് ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 160 മിനിറ്റ് ആണ്. സോ ഏകദേശം നിങ്ങൾക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഒരു എക്സാം പാറ്റേൺ ആൻഡ് സിലബസിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. ഇനി ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടു ഒരു 2 ആഴ്ച മുന്നേ അല്ലേ IBPSൻ്റെ റിവൈസ്ഡ് കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആരും പഴയ കലണ്ടർ വെച്ച് ഫോളോ ചെയ്യുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് പുതിയ കലണ്ടർ. അതിൽ IBPS PO, ഈ CRP PO എന്ന് പറയുന്നത് IBPS PO എക്സാമിൻ്റെ ആണ്. സോ അതിൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് 17th, 20th ആൻഡ് 24th ഓഗസ്റ്റിനും മെയിൻസ് എക്സാം വന്നിരിക്കുന്നത് 12th ഒക്ടോബറിനുമാണ്. ഏകദേശം ഒരു മന്ത് ഗ്യാപ്പ് ഇവിടെ എന്തുണ്ട്, നമുക്ക് പ്രിലിംസിനും മെയിൻസിനും പഠിക്കാൻ ടൈമുണ്ട്. അടുത്തത് വന്നിരിക്കുന്ന കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിനാണ്. IBPSൻ്റെ ക്ലറിക്കൽ പോസ്റ്റിൻ്റെയാണ്. അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 4th, 5th ആൻഡ് 11th ഒക്ടോബറിനാണ്. ആൻഡ് ആ IBPS ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാം വന്നിരിക്കുന്നത് 29th നവംബറിനാണ്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ IBPS ക്ലർക്കിൻ്റെ ഡേറ്റ് 11th ഒക്ടോബറിനും അതേപോലെ IBPS POയുടെ ഡേറ്റ് വന്നിരിക്കുന്നത് 12th ഒക്ടോബറിനാണ്. അതായത് ഒരു ദിവസത്തെ പോലും ഗ്യാപ്പില്ല അല്ലേ. അതായത് ഒരു ദിവസം പ്രിലിംസും, അതായത് ക്ലർക്കിൻ്റെ പ്രിലിംസും, തൊട്ടടുത്ത ദിവസം POയുടെ മെയിൻസും. സോ പഠിക്കുമ്പോൾ നിങ്ങൾ 2 എക്സാമും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് തന്നെ പോവുക. അതായത് ആദ്യം പ്രിലിംസ് മാത്രം നോക്കി അങ്ങനെ ഇരിക്കരുത്. 2 എക്സാമും ഒരുപോലെ വരുന്നുണ്ട്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അടുത്തതാണ് RRB എന്ന് വെച്ചാൽ റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. അതിൻ്റെ തന്നെ PO പോസ്റ്റും ഉണ്ട്, ക്ലറിക്കൽ പോസ്റ്റും ഉണ്ട്. സോ നമുക്ക് ഓൾറെഡി ഇതിന് മുന്നേ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ആയിരുന്നു. ജൂലൈ ലാസ്റ്റ് വീക്കിലായിരുന്നു RRB POയുടെ ഡേറ്റ് വന്നിരുന്നത്. പക്ഷേ എന്ത് ചെയ്ത് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. RRB POയുടെ ഡേറ്റ്, റിവൈസ്ഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22nd ആൻഡ് 23rd നവംബറിലാണ്. അതായത് പ്രിലിംസിൻ്റെ ഡേറ്റ്. മെയിൻസ് വന്നിരിക്കുന്നത് 28th ഡിസംബറിലാണ്. അതേപോലെ RRBയുടെ ഓഫീസർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ് എന്ന് വന്നത് 6th, 7th, 30th ആൻഡ് 40th ഡിസംബറിലാണ്. അതിൻ്റെ മെയിൻസിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 1st ഫെബ്രുവരിയിലാണ്. സോ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും. ഇപ്പോൾ സപ്പോസ് ജൂലൈ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജൂലൈ ഒരു മാജിക്കൽ മന്തായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഈ ജൂലൈ മാസം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ അതിനെ ഒരു മാജിക്കൽ മന്തായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ആ ഒരു day 1 തൊട്ട്, അതായത് ജൂലൈ 1st തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഏകദേശം ജൂലൈ തൊട്ട് നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി വരെ നിങ്ങൾക്ക് എന്താണ്, ഫുൾ എക്സാംസ് ആണ്. സോ ഈ ഒരു മന്തിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ ഡേയ്സും അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾ എല്ലാ ഡേയ്സും കൗണ്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഒരു ദിവസം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല, ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാനില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടും പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബാങ്ക് എക്സാംസ് പഠിക്കാൻ പറ്റൂ. അടുത്തത്, ഇന്നലെ SBI PO എന്ത് ചെയ്തു, SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നു. SBI സർപ്രൈസ്ഡ് ആയിട്ട് എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തല്ലേ. നോർമലി SBI POയുടെ എക്സാംസ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു മന്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ SBI PO എന്ത് ചെയ്തു, നോട്ടിഫിക്കേഷൻ ഏർലി വന്നിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 540 വേക്കൻസിയാണ് ടോട്ടൽ വരുന്നത്. ടോട്ടൽ 540 വേക്കൻസിയാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24th ജൂൺ തൊട്ട് 40th ജൂലൈ വരെയാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ആരും 40th ജൂലൈ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഒരു എക്സാം ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആരും ഒരു സ്പെസിഫിക് പോസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിരിക്കാം. ആ ഒരു ടൈം പീരീഡിൽ വരുന്ന എല്ലാ എക്സാമും അപ്ലൈ ചെയ്ത് എഴുതുക. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. നമ്മളിപ്പം സിലബസ് കവർ ചെയ്ത് അല്ലെങ്കിൽ എക്സാം ബേസിക് പഠിച്ചു, ഒരുപാട് ടെസ്റ്റ് പഠിച്ചു എന്നുള്ളതിൽ മാത്രമല്ല കാര്യം, ആക്ച്വൽ എക്സാമിനുണ്ടാകുന്ന പ്രഷർ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ആ ഒരു എക്സാമിൻ്റെ പ്രഷറും ആ ഒരു സമയത്തുണ്ടാകുന്ന നമ്മളുടെ മാനസികാവസ്ഥയും നമുക്കത് ഇപ്പോഴേ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എല്ലാ എക്സാമും അപ്ലൈ ചെയ്ത് ആ എക്സാം പോയി അവിടുത്തെ ആ ഒരു പ്രഷർ ഇപ്പോഴേ നമ്മൾ ഫേസ് ചെയ്ത് തന്നെ പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ എല്ലാവരും ഈ SBI PO അപ്ലൈ ചെയ്യുക. 24th ജൂൺ തൊട്ട് 14th ജൂലൈ വരെയാണ് ഇത്. എല്ലാവരും ഓർത്തിരിക്കുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി SBI POയ്ക്ക് പ്രധാനമായിട്ടും പ്രിലിംസ് ഉണ്ട്. അതിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ പ്ലസ് GD ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ കൂടാതെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിൻ്റെ അന്ന് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, GD എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ട്. സോ ഇതിൻ്റെ എല്ലാം ഇത്രയും സ്റ്റേജസ് ആണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡേറ്റ് ആരും മറക്കരുത്. 14th ജൂലൈ 2025 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ SBI POയുടെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. ആരും ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, ഇപ്പോഴേ എല്ലാവരും എക്സാം അപ്ലൈ ചെയ്യുക. ഇനി 10T ഡേറ്റ്, SBI POയുടെ പ്രിലിംസിൻ്റെ 10T ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ എൻഡിലോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ്. ജൂലൈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കായിരിക്കും എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. അതേപോലെ SBI POയുടെ മെയിൻസിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നതാണ് സെപ്റ്റംബറിലാണ്. സോ SBI POയുടെ ഡേറ്റ് വന്നിരിക്കുന്നത് SBI POയുടെ ഡേറ്റ് വന്നിരിക്കുന്നത് SBI PO മെയിൻസിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബറിലാണ്. സോ ഇനി എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാം.
അപ്പോൾ അതിനൊരു ഞാനൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് തരാം. അതായത് ജനറൽ സ്ട്രാറ്റജി, അതായത് എല്ലാ സബ്ജക്റ്റും എങ്ങനെ പഠിക്കാം. ബേസിക്സ് പ്ലസ് റിവിഷനാണ് ഫസ്റ്റിൽ. അതായത് ആദ്യത്തെ ഒരു 3 മാസം നിങ്ങളിപ്പോൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 3 to 4 മന്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ബേസിക്സ് അങ്ങ് ക്ലിയർ ചെയ്യാം. അതിനുശേഷം ആ പഠിച്ച ബേസിക്സ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. അതൊരു 4 to 3 അല്ലെങ്കിൽ ഒരു 4 to 5 ടൈംസ് ആ ഒരു നോട്ട്സ് റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ബേസിക്സ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അങ്ങ് മനസ്സിലാവും. അതുകൊണ്ട് തീർന്നോ? ഒരിക്കലും തീരുന്നില്ല. ഇതിൻ്റെ ഈ ഒരു ബാങ്കിങ് എക്സാംസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ എന്താ പറയുക, അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. സോ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഇമ്പ്രൂവ് ആവും. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ മാസ്റ്ററാം, ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ മാസ്റ്ററാം. സോ നിങ്ങൾ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾ വർക്കൗട്ട് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യാം, PDF സോഴ്സസ് കിട്ടുന്നെങ്കിൽ PDFs എടുത്ത് പ്രാക്ടീസ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, സെക്ഷണൽ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം അത് ട്രൈ ചെയ്യുക, അത് ചെയ്യാൻ ശ്രമിക്കുക. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ എന്തും സ്പീഡും അതേപോലെ കൺസെപ്റ്റും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. സോ അതാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ബാങ്കിങ് എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിവിഷനും പ്രാക്ടീസുമാണ്. സോ ഈ ഒരു 2 പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എങ്ങോട്ട് പോകുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റാണ് ഇതിന് ഇവിടെ ഒരു കീ റോൾ എന്ന് പറയുന്നത്. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആക്ച്വൽ എക്സാം എഴുതുന്ന അതേ ഇൻ്റർഫേസ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. കാര്യം സമയം ഇവിടെ വളരെ കുറവാണ് അല്ലേ. ഒരു 60 മിനിറ്റ് ആണ് പ്രിലിംസ്. അതായത് 60 മിനിറ്റ് എന്ത് ചെയ്യും, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 60 മിനിറ്റ് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം. പക്ഷേ അവിടെ നമ്മൾ പുതുതായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതുന്ന ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടൈം കുറയുമ്പോൾ നമുക്കൊരു പ്രഷർ വരും. സോ ആ ഒരു പ്രഷറെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതെങ്ങനെ പറ്റും? അത് മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മോക്ക് ടെസ്റ്റ് എഴുതുക, ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ചാപ്റ്റർ ടെസ്റ്റ് എഴുതുക, ടോപ്പിക് ടെസ്റ്റ് എഴുതുക, സെക്ഷണൽ ടെസ്റ്റ് എഴുതുക. സോ ഇങ്ങനെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങ് സ്ട്രെങ്ത് കൂട്ടി അങ്ങ് അറ്റ്മോസ്റ്റ് സ്ട്രെങ്ത്തിലെത്തും. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഓരോ ടോപ്പിക്കിനെയും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോസ് ഉടനെ വരും. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി IBPSൻ്റെ അതായത് SBIയുടെയും ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാംസും, PO ആയിക്കോട്ടെ, ക്ലർക്ക് എക്സാംസ് ആയിക്കോട്ടെ, അതിൻ്റെ പ്രിലിംസ് പ്ലസ് മെയിൻസ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ജൂൺ 25-ന് അതിൻ്റെ ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമി ഓൺലൈൻ ആപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ജൂലൈ 2 തൊട്ട് നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബാച്ചസിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഓഫ്ലൈൻ ബാച്ചസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ബാച്ചസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബേസിക്സ് അതായത് പ്രിലിംസിന് വേണ്ടിയുള്ള ടോപ്പിക് എടുക്കുന്നുണ്ട്. ഇതെല്ലാം മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. ഡെയിലി ബേസിൽ എക്സാംസ് ഉണ്ട്, ഇവിടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് റീഡിംഗ് റൂം ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി ഹോൾ ഫെസിലിറ്റീസ് ഉണ്ട്, ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷ് നിങ്ങളുടെ ഇമ്പ്രൂവ് ആക്കാൻ അറിയാമല്ലോ, ബാങ്ക് എക്സാംസിന് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു കീ റോൾ ഇവിടെ ഉണ്ട് ഇംഗ്ലീഷിന്. സോ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ എഡിറ്റോറിയൽ അതായത് ഹിന്ദു എഡിറ്റോറിയൽ സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഡിറ്റോറിയലിൻ്റെ സമ്മറി എഴുതുന്നുണ്ട്, സമ്മറി എഴുതിക്കും കുട്ടികളെ കൊണ്ട്. അതിനുശേഷം അവരെ എന്ത് ചെയ്യും, എല്ലാ ഫ്രൈഡേയും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു എഡിറ്റോറിയൽ പ്രസൻറ്റേഷൻ ഉണ്ട്. സോ ഇതുമൂലം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. കാര്യം റീഡിംഗ് എബിലിറ്റി നിങ്ങളുടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും, ഇംഗ്ലീഷിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ഇവിടെ ഡെയിലി രാവിലെ എല്ലാ ദിവസവും രാവിലെ 9:30 to 10 വൊക്കാബുലറി ക്ലാസ്സസ് ഉണ്ട്. സോ വൊക്കാബ്സും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എഡിറ്റോറിയലിൻ്റെ സമ്മറി എഴുതിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക് അറിയാമല്ലോ, POയ്ക്ക് PO എല്ലാ PO പോസ്റ്റിനും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. സോ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് നിങ്ങളുടെ എന്താണ് എബിലിറ്റിയും കൂട്ടും, ഡിസ്ക്രിപ്റ്റീവ് എഴുതാനുള്ളൊരു എബിലിറ്റിയും കൂട്ടും. സോ ഇത്രയുമാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോരോ PO കഴിയുമ്പോൾ PO സെലക്ഷൻ അതിൻ്റെ മെയിൻസ് ക്വാളിഫൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെയിൻസ് ക്വാളിഫൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർവ്യൂ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജൂലൈ 2 ഇവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദിശയുടെ ഓഫ്ലൈൻ ബാച്ചസ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ജൂലൈ 1 എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാജിക്കൽ മന്താണ്. സോ ജൂലൈ 1 തൊട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ബാച്ചസ് പർച്ചേസ് ചെയ്യാം. പ്രോപ്പർ വേയിൽ ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾക്ക് ഈ വർഷം തന്നെ ജോലി നേടണം. അതിനുവേണ്ടി നിങ്ങൾ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു സമയം പോലും നിങ്ങൾ ചിലവാക്കാതെ നല്ല രീതിയിൽ പഠിക്കുക. ഒരു സമയം പോലും നിങ്ങൾ വേസ്റ്റ് ആക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഈ വർഷം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.